അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയം അലിഫാക്ഷരം ഫുരുൽ ബിസ്മില്ലാ അരിമ കലെ കുത്തുബനു ദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാ അളകൂറ്റല കുറി ബിസ്മില്ലാ അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയം അലിഫാക്ഷരം ഫുരുൽ ബിസ്മില്ലാ അരിമ കലെ കുത്തുബനു ദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ലാ അളകൂറ്റല കുറി ബിസ്മില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അടലേറ്റം കടുപ്പമയനും റാബി വിളമ്പുന്ന് അക്റബുൽ മുഖറബിൻ റസൂലുള്ളാഹ് മെയ്യെ ആരംഭത്തിരുഹൈമക്കകം പൂക്കോരായി മെയ്യെ ആരംഭത്തിരുഹൈമക്കകം പൂക്കോരായി തടിയേറ്റം വടിവുടനെ കൂടെ അതികൊള്ള താമൊയ്യെ സഹബക്കോരു തരില്ലേ മെയ്യെ സകലോരും ചമർപൂക്ക് പൊരുതുന്നോരായി മെയ്യെ സകലോരും ചമർപൂക്ക് പൊരുതുന്നോരായി. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയ സ്നേഹിതരെ, ഇസ്ലാമിലെ പ്രഥമ യുദ്ധം, ഇസ്ലാമിൻ്റെ ആഴങ്ങളിൽ, ചരിത്രങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഏതൊരു മുഅ്മിനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു യുദ്ധമാണ് ബദർ. ബദറിൻ്റെ ചില ചോര ചിന്തുന്ന സന്ദർഭങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. അതാ അവിടെ ബദറിൽ ആകമാനം പൊടിപടലങ്ങളാണ്. കുതിരക്കുളമ്പടികളും വാളുകളുടെയും കഠാരകളുടെയും എല്ലാം ശബ്ദങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത്. സ്വഹാബാക്കൾ എവിടെയെന്ന് ആർക്കും കാണാൻ കഴിയുന്നില്ല. ആകമാനം പൊടിപടലങ്ങൾ. ചില സമയങ്ങളിൽ ചില ആളുകളുടെ തലകൾ ശിരസിൽ നിന്നും അരിഞ്ഞ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ തങ്ങളുടെ തമ്പിൽ നിന്നും സ്വഹാബാക്കളെ പുറത്തു വന്ന് സ്വഹാബാക്കളെ നിരീക്ഷിച്ചപ്പോൾ സ്വഹാബാക്കളിൽ ക്ഷീണം പിടിപെടുകയാണ്. ഇത് കണ്ട് പ്രവാചകൻ തങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ തമ്പിനകത്ത് ചെല്ലുകയും അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്തു. പിന്നെയും പ്രവാചകൻ പുറത്തു വന്ന് നിരീക്ഷിക്കുകയും പിന്നെ അതുപോലെ തമ്മിനകത്ത് കയറി കരൾ പൊട്ടി ദുആയിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ്. ചുടരാറ്റൽ നബിയാരി ചുടേ ഭാഷ തനി നിണ്ട് ചൂരിത പട കൊള്ളകതിർ പോരായും മെയ്യെ ചോടെ മടങ്ങിയും ഇരുന്നിട്ടാമേ ഇടകലൂല തങ്ങൾ തമയറബോടിരന്നിട്ട് ഇതുപോലെ പലവട്ടം ഹൈമാബാബിൽ മെയ്യെ ഇടരാതെ വരുവേറും മടങ്ങുന്നോരാ ആരണത്തിരു ത്വഹദുആ ചെയ്യുന്നിറയോനെ അവനങ്ങൾക്ക് വഴത ചെയ്തറിവിക്കോനെ മെയ്യെ അവനിൽ ഹുദാദൽ ഇറക്കിയോനെ നേരുടെ ഉന്നകുള്ള കറങ്ങിയ നിനക്കായി നേമങ്ങൾ കേട്ടു പോരെ അധികം കാത്ത് മെയ്യെ നിറവേറ്റി നുസ്ര ചോരിക്ക് കോരേ. ബദറിൻ്റെ യുദ്ധക്കളം ആകമാനം പൊടിപടലങ്ങളാണ്. പ്രവാചകൻ പിന്നെയും തമ്പിലിരുന്നു കൊണ്ട് ഇരിപ്പുറക്കുന്നില്ല. പ്രവാചകൻ പിന്നെയും പുറത്ത് വന്നുകൊണ്ട് യുദ്ധക്കളം വീക്ഷിച്ചുകൊണ്ട് പിന്നെയും അകത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ്. ഇത് കണ്ടിട്ടാവണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിച്ച്, അല്ലയോ ദൂതരെ, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകരല്ലേ, അള്ളാഹു അങ്ങേക്ക് വിജയം നൽകുകയില്ലേ? ഇങ്ങനെ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തുള്ളവർക്ക് ഈ 313 സ്വഹാബാക്കളോട് ഒരു അല്പം ഭയം വരികയും
അവർ പിന്തിരിഞ്ഞോടാൻ നിൽക്കുകയും ചെയ്യുകയാണ്. ഇത് കണ്ട് മറുവശത്ത് നിന്ന ഇബ്ലീസ് ഇവർക്കൊരു താങ്ങായി ഇറങ്ങാൻ നിൽക്കുന്നു. അങ്ങനെ പിന്തിരിഞ്ഞോടാൻ ഒരുങ്ങിയ അബൂജഹലിൻ്റെ കരങ്ങളിൽ കയറി ഒരൊറ്റ പിടുത്തം. ഇത് കണ്ട് അബൂജഹൽ ആരെന്ന് നോക്കുമ്പോൾ ഖുറൈശികളുടെ ധീരയോദ്ധാവ്, പടത്തലവന്മാരിൽ പടത്തലവൻ, ധീരൻ എന്ന് പറയാൻ അർഹതയുള്ള സുറാഖത്ത് ബിൻ മാലിക്കാണ് വന്നിട്ടുള്ളത്. സുറാഖത്ത് ബിൻ മാലിക് അബൂജഹലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലയോ അബുൽ ഹക്കം, നമ്മൾ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാനാണോ വന്നത്? നമുക്ക് യുദ്ധം വിജയിക്കേണ്ടതല്ലേ? നമ്മൾ പിന്തിരിഞ്ഞോടിയാൽ എങ്ങനെ നമ്മൾ മക്കത്ത് തല ഉയർത്തി നടക്കും? ഈ സംസാരം കേട്ടപാടെ അബൂജഹൽ ഒരു ഉശിരു കയറിക്കൊണ്ട് വീണ്ടും ബദർ കളത്തിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ സ്വഹാബാക്കൾ ആ ഒരു യുദ്ധകളത്തിൽ വെച്ച് കൊടുമ്പിരി കൊള്ളുമ്പോൾ ശത്രുപക്ഷത്തൊന്ന് വീക്ഷിച്ചപ്പോൾ അവരുടെ കൊടിയിൽ ഒരു കൊടി കൂടി കൂടുതൽ വന്നത് സ്വഹാബാക്കളുടെ ദൃഷ്ടിയിൽപ്പെടുകയാണ്. ചേർന്നിട്ടരികൾ ചെയ്യും ശരീതാലെ ചേടാ കുഫർ ബിന്ദാൻ പുറപ്പെട്ടുള്ള സമയം ചെണ്ടത് തകുണ്ടത് മിത് ചെവിപ്പെട്ടയും കണ്ടിട്ട് കുറെ ഫൗസുകൾ വരെ ചൊടിയും ഉണ്ടവർകളിൽ അത് പലതര കൊടിയും ചെമ്മേ ഒരു ദൂര അതിലുണ്ട്, ചെമ്മേ ഒരു ദൂര അതിലുണ്ട്. തേർന്നീ കടുത്ത ശുചാകത്തെ മശൂറാം വീര സൂറാകത്തെ ബനു മാലിക്കാം ഇരുടനം ചട്ടലുണ്ട് കരമ്പിട്ടെത്ത് കരിമുഖനോട് കരിമുഖലകിനൊത്ത് ഒരു തലിൽ ഹർബിന് ദിനവും വൈത്ത് ചേനെ കാനിന്റെ പടി തോന്നുന്നേ, ചേനെ കാനിന്റെ പടി തോന്നുന്നേ. അങ്ങനെ സ്വഹാബാക്കൾ യുദ്ധകളത്തിലേക്ക് നോക്കുമ്പോൾ അതാ ഒരിടയിലൂടെ ഒരു പടത്തലവനും പിന്നണിയായിട്ട് ഒരുപാട് പടയാളികളും യുദ്ധകളത്തിലേക്ക് ഖുറൈശികളോടൊപ്പം കയറി വരുന്നുണ്ട്. സ്വഹാബാക്കൾ ഇതാരെന്ന് വീക്ഷിച്ചപ്പോൾ കുറച്ച് കൂടി അടുത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ടത് ഇത് മക്കയിലെ ധീരയോദ്ധാവല്ലേ. അവർ അമ്പരന്നു. മക്കയിലെ സുറാഖത്ത് ബിൻ മാലിക്കാണ് തങ്ങൾക്ക് നേരെ പടവെട്ടാൻ വന്നിട്ടുള്ളത് എന്ന്. അങ്ങനെ അവർ പിന്തിരിഞ്ഞോടാൻ നിന്നില്ല. സ്വഹാബാക്കൾ വീണ്ടും യുദ്ധത്തിൽ തന്നെ തുടർന്നു കൊണ്ടിരുന്നു. ഒരുപാട് തവണ പല ആളുകൾക്കും പരിക്ക് പറ്റിയെങ്കിലും മറുവശത്ത് പ്രവാചകൻ തമ്പിൽ നിന്നുകൊണ്ട് ആ ഒരു പ്രവാചകന് പ്രത്യേകം തയ്യാറാക്കിയ തമ്പിൽ പ്രവാചകൻ ദുആ ചെയ്തുകൊണ്ട് പെട്ടെന്ന് സുജൂദിൽ നിന്നും എണീറ്റുകൊണ്ട് പ്രവാചകൻ തൊട്ടടുത്തുള്ള സിദ്ദീഖോരെ വിളിക്കുകയാണ്. സിദ്ദീഖ്, യാ സിദ്ദീഖ്, അങ്ങ് നോക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ സഹായിക്കാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിയിലേക്ക് സഫ് സഫായി ഇറങ്ങുകയാണ്. ഇത് കണ്ടിട്ടാവണം ഇബ്ലീസ് ഇത് കണ്ട് പിന്തിരിഞ്ഞ് ആർത്ത് നിലവിളിച്ച് ഓടുകയാണ്. ഇത് കണ്ടപാടെ അബൂജഹൽ ഒന്ന് പതറിക്കൊണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്: യാ സുറാഖ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളല്ലേ ഞങ്ങൾക്ക് പ്രചോദനം തന്നത്, എന്നിട്ട് നിങ്ങൾ ഈ കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുകയാണോ എന്ന്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളുടെ കൂട്ടത്തിലേക്ക് മലക്കുകളുടെ ആഗമനം വന്നിരിക്കുന്നു. പല തവണ പല ശത്രുവിൻ്റെ ശിരസിൽ നിന്നുമാണ് തലകൾ അരിഞ്ഞ് ഭൂമിയിൽ പതിച്ചിട്ടുള്ളത്. സ്വഹാബാക്കൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് ഒന്നും പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. പല ശത്രുക്കളും ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്വഹാബാക്കളുടെ നേരെ വാളോങ്ങുന്ന ശത്രുവിൻ്റെ ശിരസ് വെട്ടി നിലത്ത് വീഴുകയാണ്. പല സ്വഹാബാക്കളും അമ്പരന്ന് പോയി. അപ്പോൾ ചില സ്വഹാബാക്കൾക്ക് മനസ്സിലായി ഇത് മലക്കുകളുടെ പണിയാണെന്ന്. അവർ മലക്കുകളെ നേരിൽ കാണാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതങ്ങളുടെ സൃഷ്ടിപ്പിൽ യുദ്ധക്കളം കൊടുമ്പിരി കൊള്ളുമ്പോൾ പെട്ടെന്നാണ് മുബശ്ശിർ റളിയല്ലാഹു അൻഹുവിനെ വെട്ടുകൊള്ളുകയും ആ ബദറിൻ്റെ രണാകളത്തിൽ ഷഹീദാവുകയും ചെയ്തത്. മലക്കുകളുടെ ആഗമനത്തിൽ വിജയിച്ച ഈ ബദറിൻ്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക.